ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഈ ഇന്നത്തെ ഒരു പോർഷൻ എന്ന് പറയാം, നമ്മൾ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ പഠിച്ചു നമ്മളെ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും. ദ സൗണ്ട് ക്യാൻ റിഫ്ലക്ട്, അല്ലെ? സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ്? ഈ പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്കോ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റൂമിൽ ഒരു സാധനങ്ങളും ഒരു മെറ്റീരിയൽസും ഇല്ലാത്ത റൂമിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എക്കോ കേൾക്കാൻ സാധിക്കും, അല്ലെ? അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് നമ്മൾ നന്നായിട്ട് ഉറക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ എക്കോ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതെല്ലാം എന്താണ്? റിഫ്ലക്ഷൻസ് ആണ്, നമ്മുടെ സൗണ്ടിന്റെ ആണെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എക്കോ എന്നുള്ള കാര്യവും അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. സി എക്കോ എന്താണ് എക്കോ എന്ന് നമുക്ക് നോക്കാം. സി For hearing a distant sound, the time interval between the original sound and reflected one. എന്താണ്? The original sound and the reflected one must be at least 0.1 second. എന്തായാലും 0.1 second എടുക്കും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന സൗണ്ടും തമ്മിൽ ഒരു 0.1 സെക്കൻഡിനുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ദ മിനിമം ഡിസ്റ്റൻസ് ഓഫ് ഒബ്സ്ട്രക്കിൾ ഫ്രം ദ സോഴ്സ് ഓഫ് സൗണ്ട് മസ്റ്റ് ബി 17.2 മീറ്റർ. ഇത് കുറച്ച് റൂളുകളാണ്. ഒരു എക്കോ എല്ലായിടത്തും നിങ്ങൾക്ക് എക്കോ കാണാൻ സാധിക്കുകയോ? ഇല്ല. ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ റൂമിലും നമുക്ക് എക്കോ കാണാൻ സാധിക്കുകയോ? ഇല്ല. എന്നാൽ എപ്പോഴാണ് സംഭവിക്കുക? നമ്മൾ നിൽക്കുന്ന ആ ഒരു ഒബ്സ്ട്രക്കിൾ തടസ്സം എന്നാണ് കേട്ടോ. ഈ തടസ്സങ്ങൾ തമ്മിൽ ഞാനും എന്റെ ആ തടസ്സവും എന്റെ ആ റൂമിന്റെ വാളും തമ്മിൽ 17.2 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഞാനും എന്റെ ഈ വാളും തമ്മിൽ ആ ഒബ്സ്ട്രക്കിളും തമ്മിൽ 17.2 മീറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് വണ്ണും ഒറിജിനൽ സൗണ്ടും തമ്മിൽ 0.1 സെക്കൻഡ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എക്കോ സംഭവിക്കും. എന്താണ് ആക്ച്വലി എക്കോ എന്ന് പറയുന്നത്? നമ്മൾ പറയുന്ന സൗണ്ട് എവിടെയോ ഏതെങ്കിലും ഒരു സർഫസിൽ തട്ടി തെറിച്ച് നമ്മുടെ ചെവിയിലേക്ക് തന്നെ നമുക്ക് ഒന്നുകൂടെ കേൾക്കാൻ സാധിക്കും. ഞാനിപ്പോ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന ഒബ്സ്ട്രക്കിളിൽ തട്ടി തിരിച്ച് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് തന്നെ എന്റെ ചെവിയിലൂടെ കേൾക്കാൻ സാധിക്കും, ഒരു ചെറിയ ഇന്റർവെല്ലിന്റെ ഉള്ളിൽ. ഇതാണ് എക്കോ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഒബ്സ്ട്രക്കിൾ മാത്രമല്ല, ഒന്നോ രണ്ടിലധികമോ ഒബ്സ്ട്രക്കിൾസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഹലോ 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 എന്ന് 3-4 വട്ടം നമുക്ക് ഈ ഓരോ ഒബ്സ്ട്രക്കിളിൽ തട്ടി വരുന്ന സൗണ്ട് എന്റെ ചെവിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഹലോ 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 എന്ന് കേൾക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും. കണ്ടോ, ഒരാള് ക്ലാപ്പ് ചെയ്യാണ്. ഈ ക്ലാപ്പ് ചെയ്യുമ്പോ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ഈ ഒരു ഒബ്സ്ട്രക്കിൾ, ദിസ് ഇസ് ഒബ്സ്ട്രക്കിൾ ഹിയർ, ഈ ഒബ്സ്ട്രക്കിളിൽ തട്ടി തിരിച്ചു പോകുന്നു. അവിടെ നമുക്കപ്പോ എന്ത് കേൾക്കാൻ സാധിക്കും? നമുക്ക് അവിടെ എക്കോസ് കാണാൻ സാധിക്കും. ഓക്കെ, സോ വി ഹാവ് ഒരു എക്സാമ്പിൾ. നിങ്ങൾ ഹൈദരാബാദ് പോയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗോൾക്കൊണ്ട ഫോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഫോർട്ട് ഉണ്ട്. അവിടെ അവിടെ ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ നടുവിൽ നിന്ന് നമുക്ക് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്തൂപത്തിന്റെ നടുവിൽ നിന്ന് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലാപ്സ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു റൗണ്ടിൽ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നോ ഒബ്സ്ട്രക്കിൾസ് ചെയ്യുക. ചുറ്റിനും ഒരു ഹോള് പോലെയാണ്, ഒരു ഇതാണ്. പക്ഷെ അവിടെയുള്ള മുകളിലുള്ള ഒരു ഇത് കാരണം എക്കോ തിരിച്ചു വരും. തിരിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സൗണ്ട് ആയിട്ട്, വളരെ ലൗഡർ ആയിട്ടുള്ള ഒരു എക്കോ നമുക്ക് കാണാൻ സാധിക്കും. ഗൂഗിൾ ഇറ്റ്. ഓക്കെ, അതിനെപ്പറ്റി നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് അന്വേഷിക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് പലതരത്തിൽ നമുക്ക് സിറ്റുവേഷൻസ് നമുക്ക് അറിയാം. സോ ദിസ് ഇസ് അബൌട്ട് എക്കോ. എന്താണ് എക്കോ എന്നുള്ളതാണ്. സി ദ സൗണ്ട് റിഫ്ലക്ട് ബാക്ക്. എങ്ങനെയാണ് എക്കോ ഉണ്ടാവുക? നമ്മളൊരു ക്ലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് വേവ്സ് എവിടെയാണ് തട്ടി സൗണ്ട് വേവ് തിരിച്ച് നമുക്ക് തന്നെ നമ്മുടെ ചെവിക്ക് തന്നെ നമുക്ക് തന്നെ കേൾക്കാൻ സാധിക്കും. ഇതാണ് ദ സൗണ്ട് റിഫ്ലക്ട് ബാക്ക്. ഇത് ഈ ഫിനോമിനയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? എക്കോ എന്ന് പറയാം. ഓക്കെ, അപ്പോ ലൈറ്റ് മാത്രമല്ല നമ്മുടെ സൗണ്ടും എന്ത് ചെയ്യാറുണ്ട്? റിഫ്ലക്ട് ചെയ്യാറുണ്ട് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, സി റിവർബറേഷൻ. നെക്സ്റ്റ് വൺ ഇസ് റിവർബറേഷൻ. എന്താണ് റിവർബറേഷൻ എന്ന് നമുക്ക്
നോക്കാം. This is another phenomena. This is another one. A reverberation is a persistence of the sound after a sound is produced. ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമുള്ള ഒരു പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? റിവർബറേഷൻ. എന്താണ്? റിവർബറേഷൻ. ഇറ്റ് ഇസ് ആക്ച്വലി a persistence. It's a persistence of sound after it produce. ഒരു സൗണ്ട് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു പെർസിസ്റ്റൻസ്, നമുക്ക് അങ്ങനെ തോന്നുക, പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ടിനെ നമ്മൾ എന്ത് പറയുക? റിവർബറേഷൻ. It is created when a sound signal is reflected multiple of times. നമുക്ക് എപ്പോഴാ തോന്നുക? നമ്മുടെ സൗണ്ട് സിഗ്നൽസ് മൾട്ടിപ്പിൾ ടൈംസിൽ റിഫ്ലക്ട് ചെയ്യും. എപ്പോഴാ? വെരി ഇമ്പോർട്ടന്റ് വൺ. മൾട്ടിപ്പിൾ ടൈമിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? റിവർബറേഷൻ ഫീൽ ചെയ്യും. Okay, അപ്പൊ എപ്പോഴാണ്? when a sound signal is reflected multiple times until it reaches a sound wave that cannot be heard by human ear. നമ്മൾ മനുഷ്യന്റെ ചെവി കൊണ്ട് കേൾക്കുന്നതാണ് മൾട്ടിപ്പിൾ ടൈംസ് റിഫ്ലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ എത്തുമ്പോൾ, നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? ലെറ്റ്സ് ഫീൽ ലൈക്ക് എ റിവർബറേഷൻ. ഓക്കെ, അപ്പൊ സൗണ്ട് മൾട്ടിപ്പിൾ ടൈമിൽ എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? റിവർബറേഷൻ. സി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സൗണ്ട് വേവ്സ് വരുന്നുണ്ട്. ഈ സൗണ്ട് വേവ്സ് നമ്മുടെ ഇവിടെയുള്ള വാളിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്റ്റഡ് സൗണ്ട് പാത്ത് ആണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? റിഫ്ലക്റ്റഡ് സൗണ്ട് പാത്ത് ആണ്. അപ്പൊ പല തരത്തിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന നമ്മുടെ ഓരോ ഹ്യൂമൻസിനും കേൾക്കുന്ന എന്താണ്? റിവർബറേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് ആയിട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മളൊരു തിയേറ്റർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ഓക്കെ, ഒരു ഡ്രൈ സൗണ്ട് ആയിരിക്കണം. ദ സൗണ്ട് ഷുഡ് ബി ഡ്രൈ. സി, ദിസ് ഇസ് എക്കോ. എന്താണ് എക്കോയും നമ്മുടെ റിവർബറേഷൻ തമ്മിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. എക്കോ എന്ന് പറയുന്നത് നമ്മൾ വരുന്നു, ഓബ്സ്ട്രക്കിളിൽ തട്ടുന്നു, തിരിച്ചു വരുന്നു. ഞാനൊരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഞാൻ ഹലോ എന്ന് പറയുന്നു. എന്റെ ഈ ഹലോ എന്ന് പറയുന്ന സൗണ്ട് വേവ് ഒരു ഒബ്സ്ട്രക്കിളിൽ തട്ടുന്നു, തിരിച്ച് എന്നിലേക്ക് തന്നെ എത്തുന്നു. ഡയറക്റ്റ് ആണ് എത്തുന്നത്. പക്ഷേ ഇൻ റിവർബറേഷൻ എന്താ സംഭവിക്കുന്നത്? ഈ സൗണ്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത സൗണ്ട് എന്താണ്? തട്ടുന്നു. പല തരത്തില് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഒരു സ്ഥലത്തേക്ക് പോകുന്നു, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ചെയ്ത് റിവർബറേറ്റ് ചെയ്ത് തട്ടി തട്ടി തെറിച്ച് ഇയാളുടെ ഇതിലേക്ക് എത്തുന്നതാണ് എന്ത് പറയുക? റിവർബറേഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് റിവർബറേഷൻ എന്ന് ഓർത്ത് വെക്കുക. എക്കോ എന്ന് പറയുന്ന ജസ്റ്റ് ആ റിഫ്ലക്ഷൻ, പോകുന്നു, തട്ടി തിരിച്ച് കേൾക്കുന്നു. റിവർബറേഷൻ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ പ്രാവശ്യം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അതിനുശേഷമാണ് ആൾക്ക് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ്? ഒരു റിവർബറേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് ആയിട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് എ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് എക്കോ ആൻഡ് റിവർബറേഷൻ. ഇതെല്ലാം ഈ രണ്ട് ഫിനോമിനാസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബൈ റിഫ്ലക്ഷൻ. സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രണ്ട് കാര്യമാണ് എന്ത്? എക്കോയും റിവർബറേഷൻസും. സൗണ്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഉണ്ടാവോ? ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, സൗണ്ടിന് റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. രണ്ട് ലോസും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. എന്താണ് എക്കോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് റിവർബറേഷൻ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ ഓഡിറ്റോറിയം, അല്ലെ? ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ വലിയൊരു ഹാളുകളിലൊക്കെ, ഇൻ എ ബിഗ് ഹാൾ എക്സസീവ് റിവർബറേഷൻ ഈസ് ഹൈലി അൺഡിസൈറബിൾ, അല്ലെ? നമുക്ക് വലിയ ഹാളുകളിലൊക്കെ ശരിക്കും റിവർബറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് വലിയ വാളുകളായിരിക്കും, ഓരോ വാളിലും തട്ടി തട്ടി തെറിച്ച് സൗണ്ട് എത്തും. പക്ഷെ നമുക്ക് ഭയങ്കര അൺപ്ലസന്റ് ആണ്, അല്ലേ? സോ ടു റെഡ്യൂസ് റിവർബറേഷൻ ദ റൂഫ് ഓഫ് ദ വാൾസ് ഓഫ് ഓഡിറ്റോറിയം ആർ ജനറലി കവേർഡ് വിത്ത് സൗണ്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ്. എന്താണ് ഈ സൗണ്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദ മൂവി തിയേറ്ററിൽ, നമ്മുടെ ഹാളുകളില്, അവരൊക്കെ നിങ്ങൾ മുകളിൽ കാണാൻ സാധിക്കും ഭയങ്കര റഫ് ആയിരിക്കും സർഫസ്. ദാറ്റ് മീൻ ദ വാൾസ്, സൈഡ് വാളുകളൊക്കെ എന്തായിരിക്കും? റഫ് സർഫസ് ആയിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ സൗണ്ടിനെ അബ്സോർബ് ചെയ്യാനാണ്. സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ റൂഫിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗം കുറച്ച് കുഷ്യൻസ് ആഡ് ചെയ്യുക. കുഷ്യൻസ്, അതുപോലെ തന്നെ കാർപ്പറ്റുകൾ നന്നായിട്ട് ആഡ് ചെയ്യുക, പിന്നെ കേർട്ടൻസ് ആഡ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും കേർട്ടൻസ്. അതുപോലെ റഫ് സർഫസ്, നമ്മൾ ഹാള്
നമ്മുടെ മതിലുകളൊക്കെ ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചെറിയ ചെറിയ ഹോൾസ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകാം. പിന്നെ നല്ല റഫ് ആയിട്ടുള്ള മാറ്റുകൾ കൊണ്ട്, മാറ്റ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വാൾസ് ഒക്കെ നമ്മൾ ജസ്റ്റ് സീൽ ചെയ്തിരിക്കുന്നതാവും. വാൾസും അതുപോലെ തന്നെ റൂഫും എന്താ ചെയ്തിട്ടുണ്ടാവും, സീൽ ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാ നമ്മൾ ഇങ്ങനെ സീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ കാർപ്പറ്റ്സ് എന്തിനാ നമ്മൾ ഫ്ലോർ നല്ല കട്ടിയുള്ള കാർപ്പറ്റ്സ് അഥവാ കേർട്ടൻസ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യവും നമ്മള് സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നവരാണ് എന്താ ഈ കാര്യങ്ങള്. നമ്മുടെ എന്താ പറയാ, നല്ല രീതിയിലുള്ള കട്ടിയുള്ള കേർട്ടൻസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഫ്ലോറില് നല്ല കാർപ്പറ്റ്സ് ആഡ് ചെയ്യാം, മുകളിൽ കുറച്ച് തെർമോകോൾസ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ടിനെ അബ്സോർബ് ചെയ്യും, അൺവാണ്ടഡ് സൗണ്ട്സിനെ ഇവര് അബ്സോർബ് ചെയ്യും. അതുമൂലം എക്കോ, റിവർബറേഷൻസ് ഒന്നും നമുക്ക് നമ്മുടെ റൂംസിൽ ഉണ്ടായിരിക്കില്ല. ഇൻ ദ കേസ് ഓഫ് നമ്മളൊരു സ്റ്റുഡിയോ, അതുപോലെ തന്നെ ഒരു തിയേറ്റർ, നമ്മുടെ ഫിലിമിൽ നമ്മൾ കാണുന്ന തിയേറ്റർ, നമ്മുടെ ഒരു വലിയ ബിഗ് ഹാൾ, ഇവരെയൊക്കെ ഇത് ചെയ്യാറുണ്ട്. ബിക്കോസ് നമുക്ക് റിവർബറേഷൻ, എക്കോ ഒക്കെ പറയാൻ നമുക്കൊരു അൺപ്ലസന്റ് ഫീലിംഗ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ ജനറലി അവര് ഒരു അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫുള്ളും കവർ ചെയ്യാറുണ്ട്. എവിടെയൊക്കെയാണ്? വാൾ, സീലിംഗ്, സൈഡ് വാൾസ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ, അതൊക്കെ മാക്സിമം നമ്മുടെ സൗണ്ട് അബ്സോർബൻ മെറ്റീരിയൽ യൂസ് ചെയ്ത് കവർ ചെയ്യാറുണ്ട്. എന്തിനാണ്? ടു അവോയ്ഡ് റിവർബറേഷൻ ആൻഡ് ടു അവോയ്ഡ് നമ്മുടെ എക്കോ. ഓക്കെ, സോ ദിസ് ഇസ് another problem you can hear. See, നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ച് കുറച്ച് പ്രോബ്ലം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പ്രോബ്ലം എന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. സോ മനസ്സിലാക്കി വെക്കുക. എ പേഴ്സൺ clapped his hands near a cliff. ഒരു ക്ലിഫിന്റെ മുകളിൽ നിന്ന്, ഒരു കുന്നിന്റെ ഒരു ക്ലിഫിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു? ക്ലാപ്പ് ചെയ്തു. ആൻഡ് heard a echo after 5 seconds. ഒരു എക്കോ കേട്ടു. എത്രയാണ്? 5 സെക്കൻഡിന് ശേഷം അദ്ദേഹം എക്കോ കേട്ടു. What is the distance of the cliff from a person if the speed of sound v is taken as 346 meter per second? അപ്പൊ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുള്ളത്? ടൈം ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെക്കൻഡ്. ഗിവൺ എന്ന് പറഞ്ഞ് എഴുതാം. എത്രയാണ് മക്കളെ? 5 സെക്കൻഡ്. ദെൻ വേറെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ദ സ്പീഡ്, അല്ലെ? സ്പീഡ് തന്നിരിക്കുകയാണ് 346 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അല്ലെ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം ആണ് നമ്മുടെ എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എത്രയായിരിക്കും നോക്കാം. ദാറ്റ് വിൽ ബി 346 into 5. 346 into 5 എത്രയാ വരാം നമുക്ക്? 346 into 5 എത്ര വരും? 1730. ഡിസ്റ്റൻസ് വിൽ ബി 1730 മീറ്റർ ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ വേറെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തട്ടിത്തെറിച്ച് വന്നുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെ? ഇപ്പൊ ഒരു ക്ലാപ്പ്, ഞാൻ ഇവിടുന്ന് ക്ലാപ്പ് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് ക്ലാപ്പ് ചെയ്തു, എന്റെ സൗണ്ട് വേവ്സ് ആ ഒരു ഒബ്സ്ട്രക്കിളിൽ പോയി തട്ടി തെറിച്ചു വന്ന ഡിസ്റ്റൻസ് ആണ് ഇത്. ആ ഫുൾ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ, ഇതാണ് എന്റെ ഇവിടുന്ന് എന്റെ സൗണ്ട് വേവ്സ് വരുന്നു, തട്ടിത്തെറിച്ചു പോയ രണ്ട് ഡിസ്റ്റൻസ് ആണ് എന്ത്? 1730 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പേഴ്സണും എന്റെ ഈ ഒബ്സ്ട്രക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? തട്ടി തെറിച്ചു വന്ന ഡിസ്റ്റൻസ്, രണ്ട് ഇരട്ടിയായ ഡിസ്റ്റൻസ് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 2. എത്ര വരും മക്കളെ? ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഏകദേശം 865 മീറ്റർ. എത്ര വരും? 865 മീറ്റർ. സോ എന്റെ ആ പേഴ്സണും ഞാനെന്ന് പറയുന്ന പേഴ്സണും ആ ക്ലിഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 865
മീറ്റർ. വെരി സിമ്പിൾ. നമ്മൾ ഡിസ്റ്റൻസ് കാണുന്നു, നമ്മൾ എക്കോ ആയതുകൊണ്ട് പോയി തട്ടി തിരിച്ചു വരുന്നതാണ് അല്ലെ. അപ്പൊ ആ തട്ടി തിരിച്ചു വരുന്നതായത് കാരണം എന്താണ്, അതിന് ഡബിൾ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ സിംഗിൾ ലെങ്ത് കിട്ടാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. സോ അവർ ലെങ്ത് വിൽ ബി 865 meter. Okay, so this is the distance from the cliff, from the personum cliffum തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 865 meter. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഗിവൺ എന്ന് പറഞ്ഞ് എഴുതുക, ഇക്വേഷൻസ് എഴുതുക, നീറ്റ് ആയിട്ട് എഴുതുക. ഇതുപോലെയല്ല, കുറച്ച് നീറ്റ് ആയിട്ട് കൃത്യമായിട്ട് എഴുതുക. വെരി സിമ്പിൾ അല്ലെ. കുറച്ച് ലോജിക് വെച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഈ കാര്യങ്ങൾ എല്ലാവർക്കും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്, ഇവിടെ വെച്ച് അങ്ങ് നിർത്തും അല്ലെ. പക്ഷെ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യേണ്ട കാര്യം ഓർത്ത് വെക്കുക. എക്കോ ആണ് നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഫിഗർ വെച്ച് നമ്മൾ പഠിപ്പിച്ചത് അല്ലെ. എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് തട്ടി തെറിച്ച് വരുന്നതാണ്. സോ ആ ഡിസ്റ്റൻസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. സോ ചെയ്യാം. ഓക്കെ, വെരി സിമ്പിൾ ആണല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ഇനിയുള്ള പ്രോബ്ലം അടുത്ത സെക്ഷനിലൊക്കെ ചെയ്യാവുന്നതാണ്. സി, വാട്ട് ആർ ദ യൂസസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? നമുക്ക് ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്, ഹോളുകളിൽ നമുക്ക് റിവർബറേഷൻ ഒക്കെ നമുക്കൊരു അൺപ്ലസന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ചിലയിടങ്ങളിൽ നമുക്കത് എന്താണ്, യൂസ്ഫുൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഗാഫോൺസ്, ഹോൺസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഏതൊക്കെയാണ്? മെഗാഫോൺസ്, ഹോൺസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് such as trumpet and ഷെനായി are all designed. ഈ ഷെനായി, ട്രംപറ്റ് ഒക്കെ എന്താണ്, designed to spend sound in a particular direction without spreading in all direction. എല്ലാ ഡിറക്ഷനിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി അവരുടെ ഒരു പെർട്ടിക്കുലർ ഇത് കണ്ട ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു കോണിക്കൽ രീതിയിലാണ് അല്ലെ, കോൺ രീതിയിലാണ് എന്ത് ഇവര് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഓവറായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവാതെ സൗണ്ടിനെ ഒന്ന് കൂടി ചേർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു തരത്തില് അവര് ആ ഒരു ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ്. സി, ഇനി വേറെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Stethoscope is a medicinal instrument used for listening the sound produced in a heart or a lungs of human body. ആണല്ലോ അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട് stethoscope. In stethoscope, sound of a patient's heartbeat, നമ്മുടെ പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് എന്താണ്, reaches the doctor's ear by multiple reflections of sound. ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് വഴിയാണ് എന്ത് നമ്മുടെ ഡോക്ടറിന് കേൾക്കാൻ സാധിക്കും. സി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ സെതസ്കോപ്പിന്റെ ആ ഒരു ഇതിലൂടെ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ആണ് അല്ലെ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസിലൂടെ നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് കാണും. സോ ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഓഫ് സൗണ്ട് ഇൻ ആ സെതസ്കോപ്പ്. ഈ രീതിയിലാണ് ഈ സെതസ്കോപ്പിന്റെ ഓരോ ഇതിലൂടെയും മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ വഴി തട്ടിയാണ് ഈ സൗണ്ട് വേവ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സോ ദീസ് ആർ ദ സെക്കൻഡ് എക്സാമ്പിൾ. ഓക്കെ, ഇതാണ് സെക്കൻഡ് യൂസ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ചിലയിടത്ത് മോശമാണെങ്കിൽ ചിലയിടത്ത് നല്ല കാര്യങ്ങളാണ്. ഓക്കെ, ദീസ് ആർ ദ സെക്കൻഡ് യൂസസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ദെൻ ദ തേർഡ് വൺ ഈസ് the curved ceiling. നമ്മുടെ ചില സീലിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സീലിംഗ് കുറച്ച് എന്താണ് കേർവ് ചെയ്തിരിക്കും അല്ലെ. The curved ceiling of a concrete halls and a concrete hall അഥവാ കോൺഫറൻസ് ഹാളുകളുടെ ഒക്കെ സീലിംഗ് വളരെ കേർവ് ചെയ്ത് ഇങ്ങനെ കേർവ്ഡ് ആയി നിങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ കേർവ്ഡ് ആയിരിക്കും സീലിംഗ് ഉണ്ടായിരിക്കാം. Makes the sound effect reflection reach all the corners. എല്ലാ കോർണേഴ്സിലും എത്താൻ എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. Sometimes a curved soundboard may be placed behind the stages so that the sound after reflecting from the soundboard spread eventually across the width of the wall. ചിലപ്പോൾ നമ്മുടെ വാളിന്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു ഇങ്ങനെ കേർവ്ഡ് ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് കേർവ്ഡ് ബോർഡ് വെക്കുന്നത്? ബിക്കോസ് സൗണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ. ബിക്കോസ് ആ കേർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കാറുണ്ട്. ഈ റിഫ്ലക്ഷൻസ് എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയും ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സൗണ്ടിനെ വാളിന്റെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, വാൾ ഒന്ന് കേർവ് ചെയ്യുക, സീലിംഗ് ഒന്ന് കേർവ് ചെയ്താൽ നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് എല്ലാ കോർണേഴ്സിലും എത്താൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സി കേർവ്ഡ് സീലിംഗ് ഓഫ് ആ കോൺഫറൻസ് ഹാൾ. കോൺഫറൻസ് ഹാളിന്റെ ഈ കേർവ്ഡ് സീലിംഗ് കണ്ടല്ലോ, ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലേക്കും, നമ്മുടെ ഹാളിന്റെ എല്ലാ ഇടത്തേക്കും സൗണ്ട് കൃത്യമായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ ഈ കേർവ്ഡ് സീലിംഗ് എന്താണ്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് മൂലം എല്ലാ ഇടത്തേക്കും, എല്ലാ കോർണേഴ്സിലേക്കും നമുക്ക് നമ്മുടെ സൗണ്ട് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് കാണാൻ സാധിക്കുമല്ലോ അല്ലെ? See, these are the things. ഇതാണ് നമ്മുടെ സൗണ്ട്, ഒരു കേർവ്ഡ് ആയിട്ടുള്ള ബോർഡ് അല്ലെങ്കിൽ സൗണ്ട് ബോർഡ്. ഇതാണ് നമ്മുടെ സൗണ്ട് ബോർഡ്. ഈ സൗണ്ട് ബോർഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പലയിടത്തുനിന്നും റിഫ്ലക്ട് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ ഈ സൗണ്ട് ബോർഡ് മൂലം, ബിക്കോസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സൗണ്ട് ബോർഡ് വെക്കുന്നത് തന്നെ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉള്ളത് കാരണം എല്ലാ ഭാഗത്തേക്കും സൗണ്ട് എത്താനുള്ള സാധ്യതകളും കൂടുതലാണ്. സോ ദീസ് ആർ ദ അതർ യൂസസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ മൂന്നാമത്തെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ മൂന്നാമത്തെ യൂസ് കൂടെയാണ് ഇത്. ഓക്കെ, അപ്പൊ സൗണ്ട് സീലിംഗും അല്ലെങ്കിൽ നമ്മുടെ സീലിംഗ് റൗണ്ട് അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള സീലിംഗ്, അതുപോലെ തന്നെ സൗണ്ട് ബോർഡും എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എല്ലാ ഭാഗത്തേക്കും, എല്ലാ കോർണേഴ്സിലേക്കും സൗണ്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൗണ്ട്, എക്കോ, അതുപോലെ തന്നെ റിവർബ്രേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ ഉള്ളത്. അടുത്ത സെക്ഷനിലേക്ക് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.